ചലച്ചിത്ര സീരിയൽ താരം വിഷ്ണു പ്രസാദ് അന്തരിച്ചു എന്നുള്ളത്. കരൾ രോഗത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇതിനിടയിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അജിത് ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. അജിത്ത്, പറയാം. നീണ്ട കാലമായി ഇത്തരത്തിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. അതായത് കരൾ മാറ്റിവെക്കൽ എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. അതിനുവേണ്ടി വലിയ തരത്തിലുള്ള പണം ആവശ്യമായി വന്നിരുന്നു. മകൾ ഇത്തരത്തിൽ കരൾ ഇത്തരത്തിൽ മാറ്റിവെക്കാൻ നൽകാമെന്ന് പറയുകയും പിന്നീട് അതിനെ സംബന്ധിച്ച് പണം സമാഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ അടക്കം നടക്കുകയായിരുന്നു. സീരിയൽ ടെലിവിഷൻ ആർട്ടിസ്റ്റുകളുടെ സംഘടനയൊക്കെ ഉൾപ്പെട്ട് പണം പിരിക്കാനുള്ള നടപടികളെല്ലാം പൂർത്തിയായി അദ്ദേഹത്തെ ഏതാണ്ട് കാര്യങ്ങളിലേക്കൊക്കെ എത്തിയ സമയത്താണ് ഇന്നലെ അദ്ദേഹത്തിന്റെ മരണം ഉണ്ടാകുന്നത്. ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു. ഇത്തരത്തിൽ ഈ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ ചികിത്സയിൽ പ്രവേശിക്കുകയും ഇന്നലെ രാത്രി 1 മണിയോടുകൂടി മരണം ഉണ്ടാകുകയുമായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള നടൻ കിഷോർ സത്യയാണ് മരണവിവരം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചിട്ടുള്ളത്. നിരവധി സിനിമകളിലും സീരിയലുകളിലുമൊക്കെ സാന്നിധ്യമായി അദ്ദേഹം ഈ തന്റെ കരിയർ ജീവിതത്തിലുടനീളം പ്രവർത്തിച്ചു. കാശി, കയ്യെത്തും ദൂരത്ത്, റൺവേ, മാമ്പഴക്കാലം, ലയൺ, ബെൻ ജോൺസൺ, ലോകനാഥൻ അയ്യർ തുടങ്ങിയ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. വില്ലനായൊക്കെ അടയാളപ്പെടുത്തുന്ന കഥാപാത്രങ്ങൾ തന്നെ മലയാളത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സീരിയൽ രംഗത്തും അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. ഒരുപാട് ജീവിതം മുമ്പിലുള്ളപ്പോഴാണ്, ചെന്നൈയിലും ഒരുപാട് സംഭാവനകൾ നൽകാൻ മുമ്പിലുള്ളപ്പോഴാണ് അദ്ദേഹത്തിന്റെ വിയോഗം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. 2 പെൺകുട്ടികളാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ സിനിമാ മേഖലയിലെയും സീരിയൽ മേഖലയിലെയും നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ശരി, അജിത് ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.